ഹായ് എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി വെജിറ്റബിൾ ദം ബിരിയാണി ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. പിന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് ബാസ്മതി റൈസോ ജീരകശാല റൈസോ യൂസ് ചെയ്യാം. ഞാനിന്ന് ബാസ്മതി അരിയാണ് എടുക്കുന്നത്. 3 കപ്പ് അരി വേണം. ഇത് ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കാം. അരി ഞാനിവിടെ നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അരമണിക്കൂർ കഴിയുമ്പം ഒരു പാനിൽ അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ചൂടാക്കണം. 3 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പാനിൽ ഞാനിവിടെ 5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തിളയ്ക്കേണ്ട ആവശ്യമില്ല, നല്ലതായിട്ട് ചൂടായാൽ മതി. അപ്പോൾ വെള്ളം ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ വേറൊരു പാൻ എടുക്കുക. കുറച്ച് വലിയൊരു പാനിൽ നമുക്ക് അരി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാകുമ്പോൾ 2 ചെറിയ കഷ്ണം പട്ട, 4-5 ഏലക്ക, 6-7 ഗ്രാമ്പൂ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂക്കണം. ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി കേട്ടോ. ഒരു 1-2 സെക്കൻഡേ എടുക്കുള്ളൂ. ഒത്തിരി അങ്ങ് ബ്രൗൺ ഒന്നും ആയി പോകരുത്. ജസ്റ്റ് ഒരു മണം വന്നാൽ മതി. ഇത്രയും മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അരി മാത്രം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലിട്ടിട്ട് വഴറ്റണം. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അരി ആ നെയ്യിൽ നന്നായിട്ടൊന്ന് മൂത്ത ഒരു മണം വരണം. പക്ഷേ അതിൻ്റെ നിറം ഒന്നും മാറാൻ പാടില്ല. അരിയുടെ നല്ലൊരു മണം വന്നാൽ മതി. അപ്പോൾ ചെറിയ തീയിലിട്ട് തന്നെ ചെയ്യണം. ഈ സമയത്ത് ഇവിടെ വെള്ളം ചൂടായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. അരി ഞാനിവിടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചൂടാക്കി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കണം. വെള്ളം വറ്റി അരി ആവശ്യത്തിന് വെന്ത് വരണം. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പം ഈ വെള്ളം നന്നായിട്ട് അങ്ങ് വറ്റും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ നോക്കുമ്പം അരി വെന്തിട്ടില്ല, കുറച്ച് വേവ് ബാക്കിയുണ്ടാവും. പക്ഷെ എന്ന് വിചാരിച്ച് കൂടുതൽ വെള്ളം ഒഴിക്കരുത്. മീഡിയം ഫ്ലെയിമിൽ നിന്ന് മാറ്റി ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൂടി അതുപോലെ തന്നെ വെച്ചിരുന്നാൽ മതി. ഇത്രയും വെള്ളത്തിൽ തന്നെ അരി പാകത്തിന് വെന്ത് കിട്ടും. ഇത് ബിരിയാണിക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മസാല ഉണ്ടാക്കാം. അപ്പോൾ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, ഒരു 15 ബീൻസ്, പിന്നെ ഒരു കോളിഫ്ലവറിൻ്റെ പകുതി. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കോളിഫ്ലവർ ഞാൻ ഇതുപോലെ ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നന്നായി കഴുകി കുറച്ച് ചൂട് വെള്ളത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. ഗ്രീൻ പീസ് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ സോയ ചങ്ക്സോ പനീറോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് ചതച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഇത്രയുള്ളൊരു വലിയ കഷ്ണം ഇഞ്ചി വേണം. ഒരു 4 അല്ലി വെളുത്തുള്ളി. ഞാനിത് വെളുത്തുള്ളി ഒന്ന് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. 4 വലിയ അല്ലി വെളുത്തുള്ളിയാണ്. ചെറുതാണെങ്കിൽ ഒരു 6-7 എണ്ണം എടുക്കാം. പിന്നെ ഇതുപോലെ ഒരു 6-7 ചെറിയ ഉള്ളി വേണം. 2 പച്ചമുളക്. ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട. 2-3 തവണ ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനൊരു 5 സവോള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ബാക്കി മസാലയ്ക്കും വേണം. ഒരു വലിയ പിടി മതി ഫ്രൈ ചെയ്യാൻ. ബാക്കിയുള്ളത് മസാല ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. സവോള ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ എടുക്കണം കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. സവോള ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം അതിനകത്തേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ പിടി സവോളയാണ് ഇടുന്നത്. കറക്റ്റ് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് ലെയർ ചെയ്യുമ്പോൾ ചേർക്കാൻ കുറച്ച് സവോള അത്രയും മതി. അപ്പോൾ ഇത് നല്ല ബ്രൗൺ ആയി നല്ല ക്രിസ്പി ആയിട്ട് വരണം. സവോള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ സവോള ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ ഞാൻ ഒരു പിടി കാഷ്യൂനട്ട് ചേർത്തിട്ടുണ്ട്.
ഞാനിന്ന് ഇതുപോലെ ക്രഷ് ചെയ്ത കാഷ്യൂനട്ടാണ് കേട്ടോ ചേർത്തത്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിച്ച കാഷ്യൂനട്ട് അതേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് സാധാരണ വലിയ കാഷ്യൂനട്ട് അതുപോലെ തന്നെ ചേർക്കാം. ഇതൊന്ന് ബ്രൗൺ ആയിട്ട് വരണം. ഇതിൻ്റെ കൂടെ ഉണക്കമുന്തിരിങ്ങ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇപ്പോൾ കാഷ്യൂനട്ട് ഒന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇത് മതി, നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തത് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്തോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് കുറച്ച് എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. ഇത് കാണുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഇത്രയും മസാലയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ മാറ്റുന്നില്ല, ഇത്രയും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് എണ്ണ കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മാറ്റിയിട്ട് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കണം. പിന്നെ ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന സവോള ഇടാം. കുറച്ച് നേരം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോള കുറച്ച് നേരം വഴറ്റി ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് വീണ്ടും വഴറ്റി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുവ നല്ലതായിട്ട് മാറണം, നന്നായിട്ട് മൂത്ത് വരണം. പിന്നെ സവോള കുറച്ചും കൂടി ഒന്ന് നിറം മാറണം, ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന പോലെ ആവണം. അപ്പോൾ ദേ സവോള നന്നായിട്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇത്രയും മതി. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പൊക്കെ നന്നായിട്ട് മാറി നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഈ പൊടികൾ നന്നായി വഴറ്റി അതിൻ്റെ പച്ചച്ചുവ മാറണം. ഇതിനകത്ത് ചേർക്കുന്ന ഈ മസാലയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഗരം മസാലയാണേലും മുളക് പൊടിയാണേലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ചൊക്കെ മാറ്റം വരുത്തണം. കാരണം ഞാൻ ഉപയോഗിക്കുന്ന അതേ പൊടികൾ തന്നെ ആയിരിക്കില്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ പൊടികൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് മസാലയുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇതുപോലെ 2 ടേബിൾ സ്പൂൺ കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ക്യാമറ ഓഫായി പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൈര് ചേർക്കുന്നത് അതിനകത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും തൈര് നമ്മളിപ്പോൾ മസാല ഉണ്ടാക്കിയില്ലേ, സവോളയും തക്കാളിയും കൂടെ വഴറ്റിയെടുത്തതിലോട്ട് ഇത്രയും തൈര് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ പച്ചക്കറികൾ ഇട്ട് കൊടുക്കണം. എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് തന്നെയാണ് ഇട്ടത് കേട്ടോ. ഇനി ഇതിനകത്ത് ഒരു വലിയ പിടി മല്ലിയിലയും അതുപോലെ തന്നെ ഒരു വലിയ പിടി പുതിനയിലയും ഇടാം. ഇനി ഈ മസാലയുടെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഞാനൊരു 1.25 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചത്. ജസ്റ്റ് ആ പച്ചക്കറികളുടെ തൊട്ട് താഴെ നിൽക്കണം കേട്ടോ വെള്ളം. ഒരേ ലെവലിലും വേണ്ട, അതിനേക്കാളും ഒരല്പം കൂടി കുറവ്. ഓക്കെ, ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഗ്രേവി ഒത്തിരി വേണ്ടല്ലോ, ബിരിയാണിയുടെ മസാലയല്ലേ, അപ്പോൾ ഇത്രയും വെള്ളം മതി. അതുപോലെ പച്ചക്കറികൾ ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്ര വെള്ളത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ച് എടുത്താൽ മതി. ഇതിനകത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ മസാല റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ദം ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, പക്ഷേ പൈനാപ്പിൾ എസൻസ് ചേർക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ പറ്റുന്നിടത്തോളം ചേർക്കാൻ നോക്കാം. കുറച്ച് ചേർത്താൽ മതി കേട്ടോ, ഒത്തിരി വേണ്ട. ഒരു 4-5 തുള്ളി അത്രയും മതി. ഇനി ജസ്റ്റ് കളറിനായിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്, ഒരു 2 നുള്ളു മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ എൻ്റെ കൂടെ കുറച്ച് പൈനാപ്പിളും കൂടി ചേർക്കുന്നുണ്ട്, ഫ്രഷ് പൈനാപ്പിൾ. അതും ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ പൈനാപ്പിളൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും ആവശ്യത്തിന് ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ വെന്ത് കിട്ടണം. പച്ചക്കറികൾ ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. കറക്റ്റ് പാകത്തിന് വേവായിരിക്കണം. കഴിച്ചു നോക്കുമ്പോൾ അത് ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവണം. പക്ഷേ ഇതുപോലെ നമുക്ക് ബിരിയാണി കഴിക്കുമ്പം ഓരോ പച്ചക്കറികളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ കിട്ടണം. ഈ ഒരു രീതിയിലായിരിക്കണം വെന്ത് കിട്ടേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒത്തിരി ഒഴിക്കാതിരുന്നത്. ലാസ്റ്റ് ഇതിനകത്ത് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അവസാനം ഒഴിക്കുന്ന നെയ്യ് ഒഴിവാക്കരുത്, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ദം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ആ പാൻ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ.
ഇനി നെയ്യ് താഴെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആദ്യത്തെ ലെയറായിട്ട് മസാല വെക്കാം. അതിൻ്റെ മുകളിലേക്ക് ചോറിടാം. വീണ്ടും ബാക്കിയിരിക്കുന്ന മസാല ലെയർ ചെയ്യാം. ഏറ്റവും മുകളിലായിട്ട് വീണ്ടും ചോറിട്ട് കൊടുക്കാം. ഇപ്പോൾ മസാലയും ചോറും എല്ലാം ലെയർ ചെയ്തെടുത്തു. ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നേരത്തെ പാലും പൈനാപ്പിൾ എസൻസും മഞ്ഞളും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് സവോള ഫ്രൈ ചെയ്തത്, കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തത്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞത്. ഇനി ഇത് ഞാനൊരു അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്താണ് ദം ചെയ്യാൻ പോകുന്നത്. അലൂമിനിയം ഫോയിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചാലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ അലൂമിനിയം ഫോയിൽ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായി കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു അടപ്പ് വെച്ച് നല്ലതായിട്ടൊന്ന് അടയ്ക്കുകയും കൂടി ചെയ്യും. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ചാൽ മതി. താഴെ ഞാൻ പാത്രമൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് നേരിട്ട് ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് വരെ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. ആ പൈനാപ്പിൾ എസൻസിൻ്റെ ഒക്കെ മണം നന്നായിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുന്ന ഒരു മണം തന്നെയുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടോ, ആ ചോറും മസാലയൊക്കെ പാകത്തിനാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.